ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ സോയ ചങ്ക് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ സൈസല്ല കേട്ടുള്ള, അത്യാവശ്യം വലിയ സൈസിലുള്ള സോയയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് കുറച്ച് നേരം തിളച്ച വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. വെള്ളം നല്ലതുപോലെ ഇതിൽ കുതിർന്നിരിക്കണം, ആ രീതിയിലേക്ക് വയ്ക്കാം. കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതിലെല്ലാം അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഓരോ ഉള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ഓരോ ഉള്ളിയും 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കുഞ്ഞുള്ളി വേണ്ടെങ്കിൽ വലിയ ഉള്ളിയും സവാള വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം കുഞ്ഞുള്ളി ആയിരിക്കുമ്പോൾ ഇതുപോലും കൂടെ കുഞ്ഞുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുള്ളി തന്നെ എടുത്തത്. വലിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു 4ആറ്റൊക്കെ ചെയ്തിടാം. ചെറിയ ഉള്ളിയാണെങ്കിൽ 2ആറ്റങ്ങ് കട്ട് ചെയ്തിടാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. കുഞ്ഞുള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. കുഞ്ഞുള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന സോയയെല്ലാം നല്ലോണം കുതിർത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് നല്ലോണം കളഞ്ഞിട്ട് എടുത്തതാണ്. ഇതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഇതിനെ അടച്ചങ്ങ് മാറ്റി വെച്ചേക്കാം. അതവിടെ ഇരിക്കട്ടെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം കൂടെ ചേർത്തതാണ്. അതിട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരുന്നതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വയ്ക്കണ്ട, ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി നമുക്ക് മൂപ്പിച്ചെടുക്കണം. രണ്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞെടുത്ത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ഇവിടെ ഇരുന്ന് ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം.
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഗരം മസാലയ്ക്കുള്ള പട്ടകളെല്ലാം കൂടെ, തക്കോലം, ഗ്രാമ്പൂ, അതെല്ലാം കൂടെ നമുക്ക് 1-2 പീസ് വീതം ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, സോയ മിക്സ് ചെയ്ത് പുരട്ടിയൊക്കെ വെച്ചിരുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ചെയ്ത് വെച്ചിരുന്ന സോയ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അരച്ചെടുത്ത ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ അരച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കാം. അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇതിൽ കിടന്നൊന്ന് കുറുകി വരട്ടെ. നമ്മളിനി ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തിളച്ച് വരുന്നത് വരെ നമ്മളത് വേറൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇട്ടിരിക്കുമ്പോൾ നല്ലതായിട്ട് കുറുകി വരും. ഗ്രേവി നല്ലതായിട്ട് കുറുകി ചിലർക്ക് ഗ്രേവി നല്ലതായിട്ട് കുറുകുന്ന ഇഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്ക്, പൂരിക്ക്, ദോശ, അപ്പം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് കറിയേ ഉള്ളൂ. ഇത് ഇത്രയും മതി. ഞങ്ങളുടെ കറിക്ക് ഇത്രയൊക്കെ കുറുകി വന്നാൽ മതി, ധാരാളം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനിയും കുറുകി വരുന്നുണ്ടെങ്കിൽ വേണമെന്നുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം. പക്ഷേ ഇത്രയും മതി കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ ചപ്പാത്തി, അപ്പം ഇതിനൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി കറി വേണമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇനി സോയ വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.